അമ്മേ അമ്മേ അതെ, യൂട്യൂബിലൊന്നും ഇപ്പൊ പഴയ പോലത്തെ റീച്ച് കിട്ടാനില്ല. അങ്ങനെ മര്യാദക്ക് വീഡിയോസ് ഇടണേ. ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ആലോചിക്കെ ഉണ്ട്. അമ്മ എന്റെ കൂടെ നിന്ന് തരുമോ? അതിന് ഞാൻ എന്താണെന്നാ നീ പറയുന്നത്? നമുക്കൊരു കാറും ഒരു വീടൊക്കെ സെറ്റ് ആക്കണ്ടേ? അതിന് വേണ്ടി ഒരു ചെറിയതാണ്. ഞാനിപ്പോ ഒരു വീടാണ്. അമ്മ എന്നെ ക്രൂരമായി ഇവിടെ ഉപദ്രവിക്കുന്നുണ്ട്. അമ്മ എനിക്ക് ചോറ് തരുന്നില്ല, പട്ടിണിക്കിടുന്നുണ്ട്, അങ്ങനെ കുറച്ചൊക്കെ പറഞ്ഞു. പേടിക്കാനൊന്നും ഇല്ലാന്ന്, ഇത് വീഡിയോക്ക് വേണ്ടി മാത്രം. എന്നിട്ട് ഞാൻ 2 മാസം ഇവിടെ മാറി നിൽക്കണം. അമ്മ പേടിക്കണ്ട, മാറി നിൽക്കുന്നു പറയലുള്ളൂ. ഞാൻ ഇവിടെ റൂമിലിരുന്നോളാം. കുറച്ച് ബേഡായിട്ട് കാണിക്കും, പക്ഷെ അത്ര ബേഡല്ല. അമ്മയാ 2 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരുന്നതായിട്ട് കാണിക്കും. അപ്പൊ അമ്മ നല്ല രീതിക്ക് സ്നേഹത്തിൽ നിന്നാൽ മതി. 2 വീഡിയോ ടൈം എല്ലാം നോർമലാവും. ഇതൊക്കെ ശരിയാവോ? നമുക്കൊരു കാറൊക്കെ വാങ്ങിക്കണ്ട, ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ? അപ്പൊ അമ്മന്റെ കൂടെ നിന്നാണ് ആൾക്കാർക്ക് കാണാൻ ഇഷ്ടം. വീട്ടില് തല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആൾക്കാരുടെ വീക്ക്നെസ്സിൽ കയറി പിടിക്കണം. അത്രേ ഉള്ളൂ. ഒന്ന് കൂടെ നിന്നു. അപ്പൊ ഞാൻ ഇന്ന് വൈകുന്നേരം ഒരു വീഡിയോ ഇടും. അതിൽ അമ്മയെ കുറിച്ച് പറയും. ആൾക്കാരൊക്കെ ചോദിക്കും. അപ്പൊ അമ്മ പറഞ്ഞാൽ മതി. ഇതാവാൻ വെറുതെ പറയുന്നതാണെന്നാ പറഞ്ഞാൽ മതി. എനിക്ക് ഫോൺ എടുക്കും. 2 മാസത്തേക്ക് ഫോൺ എടുക്കും. ഞാൻ സെറ്റാക്കാം. 2 മാസം കഴിഞ്ഞ് തിരിച്ചു വെക്കും. വീട്ടിലേക്ക് വരാം, ഒരു പ്രശ്നമില്ല. ഞാൻ വിചാരിക്കുന്നത് നല്ല വണ്ടിയാണ്. ഒന്നും സെറ്റാക്കമ്മേ. കുഴപ്പമില്ല, ഞാൻ നിക്കാം. കാറിന് വേണ്ടിയല്ലേ. അപ്പൊ ഇന്ന് വൈകുന്നേരം ഞാനൊരു വീഡിയോ ഇടും. അമ്മയുടെ ക്രൂരതകൾ വിളിച്ചു പറഞ്ഞുണ്ട്. അച്ഛനും ചെറിയ റോളൊക്കെ കൊടുക്കാം. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ചാനൽ തുടങ്ങാം. എന്നിട്ട് ഇന്ന് വൈകുന്നേരം എനിക്കെതിരെ ഒരു വീഡിയോ ഇട്ടോ. ഈ കൂടുതലൊന്നും കുറ്റം പറയരുത്. ജസ്റ്റ് ഇങ്ങനെ അവിടെ ഇവിടെ തുടക്കാണ്ട് തന്നാ മതി. അങ്ങനെയൊക്കെ നീ തുടങ്ങി തന്നെട്ടാ. ഹലോ ഗൈസ്, അപ്പൊ ഞാൻ ഇന്ന് വന്നേക്കുന്നത് നിങ്ങളുടെ അടുത്ത്. ഇതെനിക്കിങ്ങനെ പറയണമെന്നറിയില്ല. എല്ലാവരും ചോദിക്കണ്ട അമ്മ എന്തി കാണാനില്ല വ്ളോഗിലെന്ന്. ഞാൻ അവിടെ നിന്ന് മാറി. എനിക്കറിയില്ല, അത്രയും ഞാൻ അനുഭവിച്ചു. ആ വീട്ടിൽ നിന്ന് അവരെന്നെ എത്ര ദിവസം അവരെന്നെ പട്ടിണി കിട്ടുന്നറിയോ? ഒന്നും പറയണ്ട. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് മാറി. മുട്ടയൊക്കെ പോയി അമ്മ നിന്ന് തിന്നുമ്പോ ഒരെണ്ണം പോലും എനിക്ക് തരില്ല. മയത്തിലൊക്കെ പറയാണ്ട് ഞാൻ റെഡി. മോളെ വീഡിയോ റിച്ചുണ്ടാ? 1 മണിക്കൂർ കൊണ്ട് 1.1 മില്യൺ. ഇത് ഞാൻ കലക്കും. 1 മാസം കൊണ്ട് വീട് വരെ വെക്കാനുള്ള പൈസ ഞാൻ ഉണ്ടാക്കിയിട്ട് നടക്കുന്നത്. 1.1 മില്യൺ എത്ര കിട്ടും? കൊറേ കിട്ടും. ഹലോ, വെൽക്കം ബാക്ക് ഗായ്സ്. അപ്പൊ ഇന്ന് വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസമാണ്. പുതിയ കാറ് വാങ്ങിക്കാൻ വന്നേക്കാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദി. എന്നെ സപ്പോർട്ട് ചെയ്ത് എന്റെ കുടുംബങ്ങൾക്ക് കേട്ട് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോ എല്ലാരും പറയുന്നുണ്ട് അമ്മേനെ തിരിച്ചു വിളിക്കാൻ. അതുകൊണ്ട് തന്നെ നമ്മുടെ വ്ളോഗിൽ ഇന്ന് വേറൊരാളെ കൂടി കാര്യങ്ങളൊക്കെ ഞാൻ ഞങ്ങൾക്ക് പതിയെ പറഞ്ഞത്. നിങ്ങളാണ് എന്നെ ഞങ്ങൾ രണ്ടാളും ഒരുമിക്കാനുള്ള കാരണം നിങ്ങളാണ് ഈ കാർ എടുക്കാൻ സഹായിച്ചത്. വഴക്കും എന്റെ കുടുംബങ്ങൾക്ക് എല്ലാത്തിനും ഇടപെട്ട് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങൾ ഒന്നിക്കാനുള്ള കാരണേ നിങ്ങളാ. എല്ലാത്തിനും നിങ്ങൾ തന്നെ കാരണം. അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദി. ബൈ. അടുത്ത വഴക്കായി ഞങ്ങൾ അടുത്ത എപ്പിസോഡിൽ വരാം.